പാകിസ്ഥാനേക്കാളും കൂടുതൽ പാക് സ്നേഹികൾ ഇന്ത്യയിലാണുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ കേരളത്തിലാണ് പാക് സ്നേഹികളുടെ എണ്ണം കൂടുതൽ. ഇവിടെ ഇരുന്ന് ഹമാസിന് വേണ്ടിയും പലസ്തീന് വേണ്ടിയും മുറവിളി കൂട്ടുന്നവരാരും ഇന്ത്യക്കാർക്ക് വേണ്ടിയോ ഇന്ത്യയിൽ മരിച്ച ഈ പഹൽഗാമിൽ മരിച്ച 26 പേരുടെ ജീവന് വേണ്ടിയോ മുറവിളി കൂട്ടുന്നത് കേട്ടിട്ടില്ല. ഇപ്പൊ എം സ്വരാജ് അടക്കമുള്ളവർ, കുറെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നവർ, കുറെ സെലിബ്രിറ്റികൾ എന്ന് സ്വയം അവരോധിക്കുന്നവർ ഒക്കെ ഈ പാകിസ്ഥാന് വേണ്ടി അത് നിസ്സാരമായി പറയുകയാണ്. നമ്മുടെ 10 പേരെ കൊന്നതിന് അവരെ 10 പേരെ കൊന്നാൽ തീരുമോ കാര്യങ്ങൾ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ എന്തിനാണ് ഇവർ ഇങ്ങനെ കിടന്ന് കരയുന്നത്? നമുക്ക് അവരുടെ ഒരു നിലപാടിന്റെ തകർച്ചയാണ് ഞാനിവിടെ കാണുന്നത്. കാരണം ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗത്ത് ഒരു നേതാവ് പറയുകയാണ് എന്തുകൊണ്ട് ഇന്ത്യ യുദ്ധത്തിന് പോകുന്നില്ല. അപ്പം സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ യുദ്ധം വേണം, യുദ്ധം നടക്കുകയാണെങ്കിൽ എന്തിന് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നു? അപ്പോൾ അവർക്കൊരു സ്റ്റാൻഡ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും തന്നെ, ഈ പറഞ്ഞ സ്വരാജ് ആണെങ്കിലും ഇപ്പൊ സന്ദീപ് വാര്യരാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ആന്റി മോദി എന്നൊരു പൊസിഷൻ മാത്രമേ അവർക്കുള്ളൂ. അപ്പം ഒരു സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് POK പിടിച്ചടക്കുന്നില്ല, നിങ്ങൾ യുദ്ധം വേണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പട്ടാളത്തിന്റെ വീര്യം തകർക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. മറുഭാഗത്ത് യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവിടുന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? യുദ്ധം ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല, നമ്മൾ സമാധാനത്തിന്റെ പാത പിന്തുടരണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് പിന്നീട് ഒരു സീസ് ഫയറിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അവരുടെ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എന്താണ്, അവർ ഈ ഒരു വിഷയം വരുമ്പോൾ അവരുടെ ആക്ച്വൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ബേസിക്കലി ഒരു ആന്റി ഗവൺമെന്റ് പൊസിഷൻ എടുക്കുക, അത്ര മാത്രമേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെ സിവിലിയൻ ഡാമേജ് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു രാജ്യം അതിന് തിരിച്ചടിക്കും. അപ്പോൾ തിരിച്ചടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മാത്രം കാണുന്നു, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇവരറിയുന്നില്ല. ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ്. ഞാൻ ബേസിക്കലി പഠിച്ചത് ജമ്മുവിലൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പലപ്പോഴും മീഡിയയിലൊന്നും അത്ര വലിയ കവറേജ് ഒന്നും കിട്ടാറില്ല. ഞങ്ങളെ സ്കൂൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ ആർമീൻ്റെ ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ ഈ പറഞ്ഞ പോലെ പണ്ട് അഖ്നൂർ ഉണ്ടായൊരു ഇൻസിഡൻ്റ് ആണ്. ആർമിയിലെ ഈ ഒരു EMEൻ്റെ ക്യാമ്പ് ഉണ്ട്, ആർമി EME ക്യാമ്പ്. അതിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് 3 തീവ്രവാദികൾ അകത്ത് വന്നിട്ട് പട്ടാളക്കാർക്ക് നേരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫയറിങ് നടത്തി. എത്രയോ ആളെ കൊന്നു, അവർ എത്രയോ വലിയ ഡാമേജ് വരുത്തി. അവസാനം ഒരാൾ പോയി ഒളിച്ചു നിന്നു. ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ആർമിയിൽ ഒരു വലിയ ഒരു മേജർ ജനറൽ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് സംഭവിച്ച ഡാമേജസ്, ഈ ടെററിസം കാരണം ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അത് മുംബൈ തീവ്രവാദ ആക്രമണങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഡൽഹിയിലെ സ്ഫോടനങ്ങളാണെങ്കിലോ ജമ്മു ആണെങ്കിലോ, ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ സ്നേഹികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെററിസത്തിന്റെ ഏറ്റവും വലിയ വിക്ടിമാണ് ഇന്ത്യ. പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം എല്ലാ കാലത്തും ഇന്ത്യയിലുണ്ടായിരുന്നു. അത് പാകിസ്ഥാനിലെ ഏത് ഗവൺമെന്റ് ഒക്കെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ബേസിക്കലി മിലിറ്ററിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മിലിറ്ററി അവരുടെ എന്താ പറയുക ഒരു പ്രൊജക്ട് ചെയ്യുന്ന പുറമേക്ക് കാണിക്കുന്ന ഒരു ഡിഫൻസിന്റെ സൈഡാണെങ്കിൽ അവർക്കൊരു ആൾട്ടർനേറ്റ് എന്താ പറയുക ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അത് തീവ്രവാദികൾ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. മിലിറ്ററിയും അവരുടെ ടെററിസ്റ്റ് വിങ്ങും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു ഭാഗത്തുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തേക്കുള്ള ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റിനെ സ്പോൺസർ ചെയ്യുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലോ ബഡ്ജറ്റ് പട്ടാളക്കാരാണ്. ബേസിക്കലി അവരുടെ ലോ ബഡ്ജറ്റ് മിലിറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. കാരണം അവർ മിലിറ്ററി ആയിട്ട് വളരെ ഹാൻഡ് ഇൻ ഗ്ലവ് എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക്. ഇപ്പം പാകിസ്ഥാൻ മിലിറ്ററിയും ISIയും ഈ തീവ്രവാദികളും എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനോട് നമുക്കൊരു സെന്റിമെന്റും തോന്നില്ല. അപ്പൊ അത് തോന്നുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാതെ നമ്മൾ എത്രത്തോളം ഇന്ത്യൻ ആണ് എന്ന് കൂടെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന അവിടെയാണ്. കാരണം നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ അറിയോ? ഈ രാജ്യം അനുഭവിക്കുന്ന തീവ്രവാദം കാരണം ഈ രാജ്യത്ത് എത്ര ആളുകൾ കൊല്ലപ്പെട്ടു, ആ കുടുംബങ്ങളുടെ വിഷമം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കേരളത്തിൽ പോലും അതിന്റെ വിക്ടിംസ് ഉണ്ട്. അവരൊക്കെ നിങ്ങൾ സന്ദർശിച്ചു, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? അവര് ആ ഒരു സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന ഒരു പേടി എന്തായിരിക്കും? അവർക്ക് ആ ട്രോമ ജീവിതകാലം ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ ഇതൊക്കെ സഹിച്ചിട്ട് ഒതുങ്ങിയിരിക്കണം. പാകിസ്ഥാനിലെ തീവ്രവാദികൾ എങ്ങനെ വന്ന് ചെയ്താൽ നമ്മൾ തിരിച്ചടി എന്തിനാ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് ഞാനിവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ ആളുകളോട് അവർക്ക് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇന്ത്യ കാലാകാലങ്ങളായി അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെയാണ് ശരിക്കും നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു വിഷയം. എനിക്ക് പാകിസ്ഥാനിൽ പലരുമായി പല ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നല്ലവരാണ്. നമ്മൾ ഈ പാക് ജനതയെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം
അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുപോലെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അത് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഇന്ത്യയിലെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം വായ്ത്താളങ്ങളൊക്കെ പറയുമ്പോൾ, ഒരു ജമ്മു കാശ്മീർ അതിർത്തിയിൽ താമസിച്ച ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭീകരവാദികൾ വന്ന് പോകുന്ന മേഖലകളിൽ താമസിച്ച് പഠിച്ച് അവിടെ ജീവിച്ച ഒരാളെന്ന രീതിയിൽ. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടെറർ അറ്റാക്കിന്റെ ഒരു ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു EME ക്യാമ്പ് അറ്റാക്ക് ചെയ്തതാണ്. അന്ന് ഞങ്ങളുടെ ഹാഫ് ഇയർലി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയാണ്, ആർമി ക്വാർട്ടേഴ്സിലെയൊക്കെ അന്നൊക്കെ സൈക്കിളിലാണ് ഇവർ വരിക. അങ്ങനെ സൈക്കിളിൽ വന്നിട്ട് പറയാണ്, ഇന്ന് എക്സാംസ് ഒന്നുമില്ല, ആരും പുറത്തേക്കൊന്നും ഇറങ്ങരുത്. എന്താ സംഭവം എന്ന് നമുക്ക് അറിയുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അവിടെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നും ഈ അറ്റാക്ക് നമ്മുടെ EME ക്യാമ്പിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എന്നും അവിടെ എത്ര പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്നും. ഈ രാവിലെ ആർമീൻ്റെ മന്ദിർ ഉണ്ടാവും, ഈ അമ്പലം പോലത്തെ. അപ്പോൾ അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിറ്റ്ജിയെ പോലും വെടിവെച്ച് വീഴ്ത്തിയിട്ടാണ് ഇവർ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതിലെ അവർ ഫസ്റ്റ് ആ ഗേറ്റിൽ വന്നിട്ട്, ഗേറ്റിൽ ഇവർ വരുന്നത് തന്നെ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ആർമിയുടെ ഒരു BPT ഒരു പ്രോഗ്രാം, അത് BPT പറഞ്ഞാൽ ഇവർ ഓടുന്ന ഒരു, അപ്പോൾ രാവിലെ തന്നെ ഇവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ മെയിൻ റോഡിലൂടെ ഓടി ഒരു ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് മെയിൻ റോഡ് വഴി ഓടി അടുത്ത ഗേറ്റിലൂടെ അകത്തേക്ക് കയറുന്നതായിരുന്നു ഒറിജിനൽ പ്ലാൻ. പക്ഷെ എന്തുകൊണ്ടോ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഫയർ ചെയ്യാന്നുള്ളതായിരുന്നു ഇവരുടെ ആക്ച്വലി ഒറിജിനൽ പ്ലാനിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ടോ ക്യാൻസൽ ആവുന്നു. അങ്ങനെ പക്ഷെ ഇവർ വരുന്നുണ്ട്, തീവ്രവാദികൾ വന്നിട്ട് അവർക്ക് ആ വന്ന സമയത്ത് ഇവർ കാണുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ക്യാൻസൽ ആയത് അവർ അറിയുന്നില്ല. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കയറുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ആ ക്യാമ്പിനെ. അവർ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തു. പക്ഷെ അവരെ പിടികൂടാനൊക്കെ പിടികൂടിയില്ല. അവരെ കൗണ്ടർ അറ്റാക്കിൽ അവർ 2 പേര് കൊല്ലപ്പെട്ടു. 3ാമത്തെ ആൾ വന്നിട്ട് ഒരു സൂയിസൈഡ് ബോംബറായിരുന്നു. അവനാണ് ഈ പറഞ്ഞ പോലെ ഒരു മേജർ ജനറൽ മരിക്കാൻ കാരണമാവുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ഈ കൊല്ലപ്പെടുന്ന പട്ടാളക്കാരുണ്ട്, അവരുടെ ഫാമിലീസ് അനുഭവിക്കുന്ന വിഷമമുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ, എനിക്ക് പാകിസ്ഥാനിലൊരു സുഹൃത്തുണ്ട്, എൻ്റെ പാകിസ്ഥാനിലെ സുഹൃത്ത് നല്ല ക്യൂട്ടാണ്, നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അവർ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ, ഇന്ത്യക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല. തീവ്രവാദം കാരണം തകർന്നു പോയ എത്രയോ ഇന്ത്യൻ ഫാമിലീസ് ഉണ്ട്. ഈ യുദ്ധത്തിന് പോകുന്ന ഓരോ പട്ടാളക്കാരനെയും കുടുംബം ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ഈ കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്യൂൺ വന്നിട്ട് ടീച്ചറോടൊരു കാര്യം എന്തോന്ന് പറയും പുറത്തേക്ക് വിളിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഏതൊരു കുട്ടിയെ ടീച്ചർ പുറത്തേക്ക് വിളിച്ച് പിന്നെ ആ പ്യൂൺ ആ കുട്ടിയെ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്, അവിടെ ഇവൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പോകുന്നത് എന്ന്. അപ്പം ആ പേര് നമ്മുടെ ആരുടെയും ആകരുത് എന്നൊരു പേടി വെച്ചിട്ടാണ് ഈ പറഞ്ഞ കുട്ടികളെല്ലാം തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്കൂളിൽ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. സോ നമ്മുടെ കാർഗിൽ വാറിൽ കൊല്ലപ്പെട്ട എത്ര പട്ടാളക്കാരുണ്ട്. നമ്മൾ കേൾക്കുന്ന ചില പേരുകളുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജവാൻസ് എത്രയോ മരിച്ചു വീണ യുദ്ധങ്ങൾ പാകിസ്ഥാനായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇൻഫിൽട്രേഷൻ എല്ലാ കാലത്തും ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ഒരു ഇൻഫിൽട്രേഷൻ ഉണ്ടാവുക, അത് തീവ്രവാദികൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി വഴിയോ. അതിനെ ഡിഫെൻഡ് ചെയ്യുക മാത്രമാണ് ഇന്ത്യ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിയാക്ഷൻ കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള ചില മനുഷ്യ സ്നേഹികൾക്ക് അത് കൊള്ളുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ പട്ടാളക്കാർക്കോ ഇന്ത്യയിലെ സിവിലിയൻസിനോ അവരുടെ ജീവിതങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെററിസം സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യം അപ്പുറത്തിരിക്കുമ്പോൾ നമ്മൾ എത്ര സുരക്ഷിതരാണ് എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ആ ഒരു ചിന്താഗതി പോലും ഇവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.